السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ സാധാരണ രീതിയിൽ പറയാറുള്ള, ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുള്ള ഒരു കാര്യമാണ് കുടുംബപരമായിട്ട് വീട്ടിൻ്റെ പ്രശ്നങ്ങൾ സാധാരണ പറയാറുണ്ട്. വീട്ടിൽ കയറിയാലൊരു ബറക്കത്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇങ്ങനെ വീടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടണം എന്നാണ് പറയുന്നത്. ഈ അടുത്ത് ഒരു വാപ്പ എന്നോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തത്, മോനെ ദുആ ചെയ്യണം, ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ വീട്ടിൽ കിടക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ കിടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നിരവധി അനവധി ഒരുപാട് പ്രശ്നങ്ങൾ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വെക്കുന്ന നമ്മുടെ വീട്, ഈ വീട്ടിൽ ബർക്കത്ത് കിട്ടാത്തതിൻ്റെ ചില അടയാളങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ, അടയാളങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലാത്തതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമത് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ നല്ലതുപോലെ സമ്പാദിക്കുന്നവരാണ്, അല്ലേ? എല്ലാവർക്കും സമ്പാദിക്കാൻ ഇഷ്ടമാണ്. കുറച്ച് പൈസ ഉണ്ടാക്കുക, പിന്നെ വീടുണ്ടാക്കുക, വാഹനം വാങ്ങുക, അതേപോലെ തന്നെ മക്കളുടെ ജീവിതം, അവരുടെ പഠനം, അവരുടെ വിവാഹം, അവർക്കൊരു സ്വന്തമായി വീട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പണം വിനിയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് സമ്പത്ത് ആവശ്യവുമാണ്. ആ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ബറക്കത്ത് ഉണ്ടോ ഇല്ലേ എന്നറിയാനുള്ള അടയാളങ്ങളിൽ ഒന്നാമത്തത്, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം, എത്ര കാശ് സമ്പാദിച്ചാലും ഒന്നിനും ഉപകരിക്കാതെ വരുന്ന ഒരവസ്ഥ. എത്ര കാശുണ്ടാക്കുന്നു, ആ കാശിനനുസരിച്ച് നമുക്ക് ഒന്നിനും ഉപകരിക്കാതെ വരുന്ന ഒരു ഘട്ടം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ല എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ നേരിടുന്നവരുണ്ട്, അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ ഓട്ടക്കൈയാണെന്ന് പറയാറുണ്ട്. എത്ര കയ്യിലോട്ട് കാശ് കിട്ടിയാലും എങ്ങോട്ട് പോകുന്നതെന്ന് അറിയുന്നില്ല. ഏത് വഴിക്കാണിത് സഞ്ചരിക്കുന്നത്, ഏത് വഴിക്കാണിത് പോകുന്നതെന്ന് അറിയില്ല. 5000 എടുത്ത് പോക്കറ്റ് വെച്ചാലും 10000 എടുത്ത് വെച്ചാലും ചിലപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് തീർന്നു പോകാറുണ്ട്. അതിന് ചിലപ്പോൾ കണക്കും കൈയും ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാരുടെ ഓട്ടക്കൈ എന്ന് പറയാറുണ്ട്. അത് എന്നതുപോലെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം പെട്ടെന്ന് തന്നെ ഒന്നിനും ഉപകരിക്കാതെ പോകുന്ന ഒരു ഘട്ടം, ഒരവസ്ഥ നിനക്കുണ്ട് എങ്കിൽ അത് വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അടിക്കടി രോഗമുണ്ടാവുക. രോഗം സാധാരണ ഉണ്ടാകും. പനി ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യന് പനി ഉണ്ടാകും. പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ മുഴുവനും വരിഞ്ഞു മുറുക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. അത് കാരണമായിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾക്കും പനി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അടിക്കടി നിരന്തരമായിട്ട് രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഭർത്താവിനുണ്ടാവുക, ഭാര്യയ്ക്കുണ്ടാവുക, മക്കൾക്കുണ്ടാവുക, നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാവുക. ഇങ്ങനെ അടിക്കടി ഇങ്ങനെ രോഗങ്ങൾ കടന്നു വരുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ
മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മരണം സംഭവിക്കുക. മരണം സംഭവിക്കുക എന്ന് പറയുന്നത് മരിക്കാത്ത ആരുമില്ല. ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണമുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണം സംഭവിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അടുത്തടുത്തതായിട്ട് ഇങ്ങനെ മരണം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാനൊരു വീടെടുത്തു, ആ വീട്ടിൽ ഞാൻ താമസിച്ചു. പക്ഷേ ആ വീട്ടിൽ ഞാൻ താമസിച്ച് എൻ്റെ ജോലിയിൽ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സമ്പാദ്യം എനിക്ക് ഉപകരിക്കുന്നില്ല. മാത്രവുമല്ല, എൻ്റെ മക്കൾ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അവർക്ക് രോഗങ്ങൾ കടന്നു വരുന്നൊരവസ്ഥ കാണുന്നുണ്ട് നബിയെ എന്ന് വളരെ ദുഃഖത്തോടെ പ്രയാസത്തോടെ ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ആ സ്വഹാബിയോട് പറഞ്ഞു, നീ ആ വീട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ വീട്ടിൽ നിന്ന് മാറണം, വേറെ വീട് നീ വാങ്ങണം. കാരണം ആ വീട്ടിൽ ബറക്കത്തില്ല, ആ വീട് നാശത്തിൻ്റെ വീടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിക്കടിക്ക് മരണം സംഭവിക്കുന്നതായിട്ട് കണ്ടാലും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അത് വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് പറയുന്നു, വീട്ടിൽ കയറുമ്പോൾ ദേഷ്യമുണ്ടാവുക, ഗളബുണ്ടാകുക. നമ്മൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതുവരെ ഒരു കുഴപ്പമില്ല, നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മുടെ നാട്ടുകാരുമായിട്ടൊക്കെ നമ്മൾ വളരെ ഫ്രണ്ട്ലിയാണ്, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യം അനുഭവപ്പെടുക. നമ്മുടെ ഭാര്യയോട് നമ്മൾ ദേഷ്യപ്പെടുക, കുട്ടികളോട് ദേഷ്യപ്പെടുക, കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തല്ലിപ്പൊട്ടിക്കുക, നശിപ്പിക്കുക. ആ ഒരു 5 മിനിറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുക. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിൻ്റെ വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ് നിനക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് പറയുന്നു, ശരീരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന ഒരു ഘട്ടം. അതായത് നമ്മുടെ വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൈക്ക് വേദന, കാലുവേദന, തലവേദന, അതേപോലെ തന്നെ ശാരീരികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്, ശരീരം തളർന്നു പോകുന്നത് പോലെ പല ആൾക്കാരും പറയാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ മുഴുവനും പോയി പൈസ എറിഞ്ഞു, പക്ഷേ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി പരിശോധിച്ച് നോക്കി, പക്ഷെ ഇന്നേ വരെ ഒരു രോഗവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ശരീരത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതാണ്. ഇനി ആറാമത്തെ കാര്യമെന്ന് പറയാം, നിരന്തരമായ പിണക്കമുണ്ടാവുക, വീട്ടിൽ കലഹങ്ങളുണ്ടാവുക. വീട്ടിൽ കലഹമുണ്ടായാൽ വാപ്പയും ഉമ്മയും തമ്മിൽ, ഇനി മാതാപിതാക്കളും മക്കളും തമ്മിൽ, മരുമക്കളും തമ്മിൽ ഇങ്ങനെ നിരന്തരമായി ഒരു കാര്യമില്ല. വല്ലപ്പോഴും ഉണ്ടാകുന്നതല്ല. ഒരു വീടാകുമ്പോൾ വഴക്കാവും, പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും നിരന്തരമായി എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പിനെയും പോലെ തന്നെ എപ്പോഴും പിണക്കങ്ങൾ, എപ്പോഴും വാശിയും വൈരാഗ്യവും, സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇബ്ലീസിൻ്റെ ഇടപെടലാണ്. ആ വീട്ടിൽ ഇബ്ലീസിൻ്റെ താമസം ഉണ്ട്. അവിടെ റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങുന്നില്ല. അത് ബറക്കത്തില്ലാത്ത വീടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ബറക്കത്തില്ല. അത് വാടക വീടാണെങ്കിൽ പെട്ടെന്ന് മാറണം, പിന്നെ സ്വന്തമായിട്ടുള്ള വീടാണെങ്കിൽ പെട്ടെന്ന് മാറാൻ നമുക്ക് കഴിയണമെന്നില്ല. എന്നാലും അതിന് നമ്മളൊരു ചാൻസ് കണ്ടെത്തണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയ പണം കൊണ്ട്, സമ്പാദ്യം കൊണ്ട് നമ്മൾ നിർമ്മിച്ച, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാകുന്ന വീട്, ആ വീടിൽ ഖൈറായ നിലയിൽ സന്തോഷത്തിൽ താമസിക്കാൻ, ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.